നമസ്കാരം. ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എല്ലാ ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിനും പെറ്റ് സ്കാനിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചാണ്. പെറ്റ് സി ടി എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് ഇമേജിംഗ് മൊഡാലിറ്റിയാണ്. അതായത് അതിൽ പെറ്റ് ഉണ്ട്, സി ടി ഉണ്ട്. അപ്പോൾ ഈ പെറ്റ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഇമേജിംഗ് മൊഡാലിറ്റിയാണ്. അതായത് ബോഡീൻ്റെ ഫങ്ഷണൽ ഇൻഫർമേഷൻ തരുന്ന ഒരു മൊഡാലിറ്റി. ഇതിൻ്റെ കൂടെ സി ടി ഒരു അനാട്ടമിക്കൽ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഈ രണ്ട് ഇമേജിംഗ് മൊഡാലിറ്റിയും കൂടി ചേരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഇമേജിംഗ് ഇൻഫർമേഷൻ കിട്ടും. അപ്പം ബ്രസ്റ്റ് ക്യാൻസറിൽ നമുക്ക് പെറ്റിൻ്റെ ഇൻഡിക്കേഷൻസ് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റേജിങ് ആദ്യം നോക്കാം. ഏർലി ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് സ്റ്റേജ് 1 and 2. ഇതിൽ സാധാരണഗതിയിൽ പെറ്റ് റെക്കമെൻഡഡ് അല്ല. കാരണം ഏർലി ബ്രസ്റ്റ് ക്യാൻസറിൽ ഇത് സ്പ്രെഡ് ആവാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അഗ്രസീവ് ടൈപ്പ് ആയിട്ടുള്ള ട്രിപ്പിൾ നെഗറ്റീവ് പോലുള്ള ബ്രസ്റ്റ് ക്യാൻസറിൽ പെറ്റ് സ്കാൻ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റുള്ള ഇമേജിംഗ് മൊഡാലിറ്റിയിൽ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ, സംശയം തോന്നുന്ന കേസിലും നമുക്ക് ഏർലി ബ്രസ്റ്റ് ക്യാൻസറിൽ പെറ്റ് സ്കാൻ കൺസൾട്ട് ചെയ്യാം. പിന്നെ സ്റ്റേജ് 3 അല്ലെങ്കിൽ ലോക്കലി അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസറിൽ പെറ്റ് ഇതിൽ ഹൈലി റെക്കമെൻഡഡ് ആണ്. കാരണം പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ലോക്കലി അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസറിൽ സ്റ്റേജ് കൂടാനുള്ള സാധ്യത 8 മുതൽ 14% വരെയാണ് പെറ്റ് സ്കാൻ ചെയ്തതിന് ശേഷം. അപ്പം ഇതിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള പെറ്റിന് ശേഷമുള്ള സ്റ്റേജിങ് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി സ്റ്റേജ് 4 എടുക്കുകയാണെങ്കിൽ ഓൾറെഡി സ്പ്രെഡായ കേസാണ്. പക്ഷേ നമുക്ക് ഒരു ഇനീഷ്യൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിങ് കിട്ടിയാൽ നമുക്ക് പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസ് നോക്കാൻ സഹായിക്കുന്നു. അപ്പോൾ സ്റ്റേജിങ് കഴിഞ്ഞു, ഇനി നമുക്ക് റെസ്പോൺസ് നോക്കാം. റെസ്പോൺസ് അസസ്മെൻറ്റിന് എസ്പെഷ്യലി സ്റ്റേജ് 3 നും 4 നമുക്ക് ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസ് നോക്കാൻ വേണ്ടിയിട്ട് പെറ്റ് സ്കാൻ സഹായിക്കും. പിന്നൊരു ഇൻഡിക്കേഷനാണ് റിക്കറൻസ് ഇവാലുവേഷൻ. അതായത് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു, ഇനി അസുഖം രണ്ടാമത് വന്നെന്ന് സംശയം തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ബയോപ്സി ചെയ്തതിന് ശേഷം അസുഖം രണ്ടാമത് വന്നു കഴിഞ്ഞാലും നമുക്ക് പെറ്റ് സ്കാൻ കൺസൾട്ട് ചെയ്യാം. കാരണം അത് പിന്നീട് എവിടെയൊക്കെ സ്പ്രെഡായി, ഇനി അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പെറ്റ് സ്കാൻ കൺസൾട്ട് ചെയ്യാം. ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്.